തുടർച്ചയായ യുദ്ധങ്ങൾ ഞങ്ങളെ തളർത്തി. ഇനിയുള്ള യാത്ര തുടരുന്നതിന് മുമ്പ് ഒരു രാത്രി വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കിരിക്കുന്ന പൂവിനെ പപ്പൻ മാസ്റ്ററിന്റെ കിയോഗസ്ഥ വശീകരിച്ചു. അവന്റെ ഹൃദയത്തിൽ സ്വയം കുറ്റബോധം അവൾ വികസിപ്പിച്ചെടുത്തു. അവസാനം എന്റെ കഴിവുകൾ എല്ലാവരുടെയും പിന്നിലായി. പൂവിന്റെ ബോധം ക്രമേണ അപ്രത്യക്ഷമായി. ശക്തമായ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ ഉറങ്ങുമ്പോൾ മൈൻഡ് ബോക്സുമായി അവൻ സ്ഥലം വിട്ടു. പപ്പൻ മാസ്റ്ററിന്റെ കിയോഗസ്ഥ മൈൻഡ് ബോക്സ് വാങ്ങാൻ തിരിഞ്ഞപ്പോൾ വു ഉണരുകയായിരുന്നു. നിയന്ത്രണാതീതമായ തീജ്വാലകൾ. വേഗം മൈൻഡ് ബോക്സ് ചേച്ചിക്ക് തന്നിട്ട് പോടാ. ഇപ്പൊ തരാം. എന്ത്? ഒടുവിൽ നിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. സാന്ദ്രമായ ഈരകളുടെ എണ്ണം നിന്റെ ശരീരത്തിൽ തടയേണ്ടെന്ന് നീ ഓർക്കുക. ഈ പൂവിനെ കെയോസ് ബാധയേറ്റവർക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ല. ഏതൊരു ഹൃദയത്തിന്റെ ശക്തിയെയും അടിച്ചമർത്താനുള്ള ഇച്ഛാശക്തിയെയും കണ്ട് ഞാൻ ശരിക്കും നിന്റെ കുറച്ച് കാണുന്നു. പക്ഷെ നീ ഇപ്പോഴും വളരെ സോഫ്റ്റ് ആണ്. ഇത് ഈ സ്ഥലം ഏതാണ്? എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇഷ്ടപ്പെട്ടോ? പപ്പറ്റ് മാസ്റ്റർ, നീ പപ്പറ്റ് മാസ്റ്ററിന്റെ കിയോഗസ്ഥയല്ലേ? ഇതെന്തൊരു ചോദ്യമാണ്. പറയാം, ഞാൻ സാക്ഷി. പപ്പറ്റ് മാസ്റ്ററിന്റെ ഏറ്റവും വിശ്വസ്തയായ പിന്തുണക്കാരിയാണ് ഞാൻ. അപ്പൊ അതാണ് കാര്യം. നീ ഒരു മണ്ടനാണ്. കാരണം നിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നീ മൈൻഡ് ബോക്സുമായി ഒറ്റയ്ക്ക് വന്നത്? ഇവിടെ വെച്ച് നിനക്കത് എന്നോട് പറയാം. നീ എത്ര വിഷമിച്ചാലും നിന്റെ കൂട്ടുകാർക്കത് വലിയ പ്രശ്നമല്ല അല്ലേ? അത് പറയാൻ നീ ആരാ? അയ്യോ, ഞാൻ ചോദിച്ചതിന് മറുപടി നൽകുന്നതിന് പകരം ആക്രമിക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ ഭൂ കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ ശരീരത്തിൽ കൂടി ഒഴുകുന്നത് ആ പാരമ്പര്യ രക്തമാണ്. അതിപ്പോൾ എല്ലാവരുടെയും പിന്നിലും. ഞാൻ ഒറ്റയ്ക്ക് വന്നത് എന്റെ ശക്തിയും മൂല്യവും തെളിയിക്കാനാണ്. ചെറിയ സുന്ദരൻ, നീ വെറും മണ്ടനല്ലെങ്കിൽ തോന്നുന്നു. നീ വെറും മരമണ്ടനാണ്. അയ്യടാ, നിനക്കിപ്പോ പേടി കാണുന്നുണ്ടോടാ? പോവല്ലേ? തെറ്റുകളുണ്ടല്ലോ. എന്ത്? സത്യസന്ധമായി മൈൻഡ് ബോക്സ് ഇട്ടു തന്നെ
എല്ലാവരും ഉറങ്ങുകയാണ്. നാശം. ഒരു കാര്യമുണ്ടല്ലോ, നിനക്ക് നല്ല കഴിവുകളുണ്ടല്ലോ നിന്റെ കൂട്ടാളികൾക്കറിയാമെങ്കിൽ പിന്നെ എന്താണ് ഈ മൈൻഡ് ബോക്സ് നിന്നെ ഏൽപ്പിക്കാത്തത്? കാരണം അവർക്ക് നിന്നെ വിശ്വാസമില്ല. എന്ത്? ഒരഹങ്കാരിയായ പൂച്ചയാണ് നീ. വെറും വിഡ്ഢിയാണ് നീ. മാസ്റ്ററെ കൊന്നത് നീ. വിഷമിക്കണ്ട, ഈ സഹോദരിക്ക് ഇത്രയും സുന്ദരനായ സഹോദരനെ കഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല. അതിനാൽ ഞാൻ നിനക്ക് കുറച്ച് സമയം തരാം. എന്ത്? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എന്റെ ഉള്ളിലുള്ള വേദന വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിച്ച ആ വിചിത്ര മിഥ്യ കൊണ്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു. അത് അക്ഷന്തവ്യമായ അപരാധമാണ്. ഫയർ ബ്ലേസ്. ഫയർ ബ്ലേസ് ടൈഗർ. ദൈവമേ, ഇങ്ങനെ തുടർച്ചയായി ആക്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഫൗളാണിത്. ഇത് ശരിയല്ല. ഇങ്ങനെയാണെങ്കിൽ ഇവനെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യാ? എന്ത് മന്ദയം വെക്കാം. പുറകിൽ നിന്ന് ആക്രമിച്ചത് ശരിയായില്ല. ഇത് ഒരു മിനിറ്റേക്ക് മാത്രം. കുറച്ചു കാത്തിരിക്കൂ. വേണ്ട. അവന്റെ വേദനാജനകമായ ഓർമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെയുണ്ടല്ലോ. വരൂ, നിന്റെ ഓർമ്മകൾ ഞാൻ വായിച്ചു നോക്കട്ടെ. എന്ത് പറ്റി? ഞാൻ ഇത് എന്താണ് ചെയ്തത്? ഇവനെന്താണ് സംഭവിക്കുന്നത്? ഇത് യാഥാർത്ഥ്യമല്ലാത്ത കളി മാത്രമാണ്. ഇങ്ങനെ ആക്രമിച്ചാൽ എങ്ങനെ? ഇനിയും കൂടുതൽ അവസരമുണ്ട്. ഞാൻ എപ്പോൾ പോട്ടാ? ഇവന്റെ ഓർമ്മയിൽ എന്താണ് സംഭവിച്ചത്? ഇത് അപകടമാണ്. എന്നാൽ ഞാൻ അതിങ്ങെടുക്കുക. ഒരുപാടായെങ്കിലും ഫലം മോശമല്ല. നന്ദി കൊച്ചു സുന്ദര. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നാശം.